കേന്ദ്ര ടൂറിസം മന്ത്രി അൽഫോൺസ് കണ്ണന്താനം രാജ്യത്തെ എല്ലാ ബിഷപ്പുമാർക്കും ക്രിസ്മസ് സന്ദേശം അയച്ചു. രാജ്യത്തെ 300ഓളം ബിഷപ്പുമാർക്ക് മോദി സർക്കാരിന്റെ പ്രവർത്തനം വിവരിച്ച് കണ്ണന്താനം ക്രിസ്മസ് സന്ദേശം അയച്ചതായി ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. ക്രിസ്മസും ലോക്സഭാ തെരഞ്ഞെടുപ്പും അടുത്തു വരുന്ന സാഹചര്യത്തിലാണ് കണ്ണന്താനം ബിഷപ്പുമാർക്ക് കത്തെഴുതുന്നത്. ക്രിസ്മസ് സന്ദേശമാണ് അയക്കുന്നതെങ്കിലും മോദി സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികളെ പറ്റിയാണ് കത്തിൽ പ്രധാനമായും വിവരിക്കുന്നത്. പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്ന ഏത് കാര്യവും തനിക്ക് വേണ്ടി ചെയ്യുന്നതാണെന്ന ക്രിസ്തുവിന്റെ വചനം കണ്ണന്താനം കത്തിൽ പറയുന്നു. തുടർന്ന് അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുന്ന സർക്കാരാണ് മോദി സർക്കാർ എന്നും കണ്ണന്താനം വിവരിക്കുന്നു. സന്തോഷകരമായ ക്രിസ്മസ്. കർത്താവിന്റെ സമാധാനവും സന്തോഷവും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. മറ്റെല്ലാ കാലത്തെക്കാളും ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണിത്. മതിലുകൾ പണിയരുത്. വിദ്യാഭ്യാസം, ആരോഗ്യ പരിചരണം, ദരിദ്രർക്കുണ്ടാകുന്ന ക്ഷേമ പദ്ധതി എന്നിവയിൽ സഭ നടത്തിയ പ്രവർത്തനങ്ങൾ ഈ അവസരത്തിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ടൂറിസം മന്ത്രിയായി ജനങ്ങളെ സേവിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു. അടിസ്ഥാന വിഭാഗങ്ങൾക്ക് വേണ്ടി മോദി സർക്കാർ ചെയ്ത കാര്യങ്ങൾ ഈ അവസരത്തിൽ പറയാൻ എന്നെ അനുവദിച്ചാലും. ഇങ്ങനെ പോകുന്നു കണ്ണന്താനത്തിന്റെ കത്ത്. സഭയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ ഞാനത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ച് ആവശ്യമായ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാമെന്ന വാഗ്ദാനവും ബിഷപ്പുമാർക്ക് മുന്നിൽ വെച്ചുകൊണ്ടാണ് കണ്ണന്താനത്തിന്റെ ക്രിസ്മസ് സന്ദേശം അവസാനിക്കുന്നത്. രാജ്യത്തെ സാമ്പത്തിക ദുർബല വിഭാഗത്തിൽപ്പെട്ടവർക്ക് 2022ഓടെ വീടുകൾ നൽകും. 9.5 കോടി ശുചിമുറികൾ, 5.8 കോടി പാചകവാതക കണക്ഷനുകൾ, പാവപ്പെട്ടവർക്കുള്ള 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ സഹായം, പിന്നാക്ക വിഭാഗങ്ങൾക്ക് 39 കോടി ബാങ്ക് അക്കൗണ്ടുകൾ, എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി, 2.63 കോടി വീടുകളിൽ സൗജന്യ വൈദ്യുതി, 12 രൂപയ്ക്ക് 2 ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ്, 300 രൂപയ്ക്ക് LIC പദ്ധതി എന്നീ പദ്ധതികളെ പറ്റിയാണ് കണ്ണന്താനം കത്തിൽ പ്രധാനമായും എടുത്തു പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.